ലോകം പ്രയാഗ്രാജ്. മഹാകുംഭമേളയ്ക്ക് തുടക്കം. ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമത്തിന് ഒരുങ്ങി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. ആകെ 40 കോടി തീർത്ഥാടകർ ചടങ്ങിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷാഫി സ്നാൻ ദിവസമായ ഇന്ന് കുംഭമേളയുടെ ഏറെ വിശേഷപ്പെട്ട ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രയാഗ്രാജിൽ നിന്ന് കുംഭമേളയുടെ റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 സജ്ജമായിട്ടുണ്ട്. അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രനും വീഡിയോ ജേർണലിസ്റ്റ് പ്രശാന്ത് മംഗലശ്ശേരിയുമാണ് ന്യൂസ് 18 കേരളത്തിനായി പ്രയാഗ്രാജിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഹൈന്ദവ തീർത്ഥാടക കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് നമുക്കറിയാം, 3 നദികളുടെ സംഗമ സ്ഥാനമായ ഗംഗ, യമുന, സരസ്വതി എന്ന നദികളുടെ സംഗമ സ്ഥാനമായ ത്രിവേണി സംഗമം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ സ്നാനം നടത്തുന്ന സ്നാൻ ഘട്ടുകളാണ് ഈ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഗംഗാ നദിയാണ്. ഇത് ഗംഗാ നദിക്ക് വലിയ ശക്തമായ ഒഴുക്കാണ് നദിക്ക്. അതുകൊണ്ട് ഈ കാണുന്ന സ്നാൻ ഘട്ടിന് ഇപ്പുറത്തേക്ക് ആരെയും കയറ്റി വിടാതെ അവിടെ പോലീസിന്റെയും നേവിയുടെയും മറ്റും സുരക്ഷ ഒരുക്കിയാണ് ഈ സ്നാൻ ഘട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കാണാം, ഒരുപാട് അനവധി ആളുകളാണ് സ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗംഗയിൽ സ്നാനം ചെയ്ത് ഗംഗയിൽ മുങ്ങി നിവരുക എന്ന് പറയുന്നത് ജന്മസാഫല്യമാണ്, ജന്മപുണ്യമാണ്. ചെയ്ത പാപങ്ങളൊക്കെ കഴുകിക്കളയുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഹൈന്ദവ ആചാരം ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. മനോഹരമായ ഒരുപാട് കാഴ്ചകൾ. ഇത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കൂ. അത്രയും ശുചീകരണം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഗംഗയൊക്കെ വളരെ വൃത്തിയായിട്ടാണ് ഇപ്പോൾ ഗംഗയെ സംരക്ഷിച്ചിരിക്കുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കണം. ഈ പറഞ്ഞതുപോലെ 10-20 കോടി ആളുകളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നാണ് കണക്ക്. അപ്പൊ അവർക്കൊക്കെ ഇത്തരം സ്നാൻ ഘട്ടുകൾ 12 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടെ നിന്ന് അവിടെ അങ്ങോട്ടേക്കും ആ പ്രദേശങ്ങളിലേക്കും ഒക്കെ 12 കിലോമീറ്റർ ദൂരത്തിലാണ് സ്നാനഘട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. 20,000 ഹെക്ടർ സ്ഥലമാണ് ഇതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്നതും ഈ സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നതും. മറ്റും ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ജാർഖണ്ഡിലെ അടക്കം ഒരു വളരെ പ്രധാനപ്പെട്ട ചാനൽ നക്ഷത്ര ന്യൂസിന്റെ പ്രതിനിധി കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. बहुत बड़ा वाला उत्सव हो रहा है. तो देखिए, बड़ा नहीं, आप इसे पूरे ब्रह्मांड में यानी कि पूरे दुनिया में सबसे बड़ा आयोजन कर सकते हैं. क्योंकि आस्था का इतना बड़ा जन सैलाब जो होता है, जो समूह होता है, वो आपको कहीं नहीं दिखेगा. और यहाँ जो भक्त पहुंचे हैं इस शाही स्नान के लिए, उन्हें बुलाया नहीं गया, कोई इन्विटेशन नहीं दिया गया, कोई निमंत्रण नहीं दिया गया, लोग खुद पहुंचे. और ये आयोजन आज से नहीं, कहा जाता है कि सतयुग और जिस वक्त समुद्र मंथन हुआ था उस वक्त ये आयोजन होता आ रहा है. और आधिकारिक तौर पर अगर बात करें तो करीब 850 साल से ये आयोजन होता आ रहा है. और हर दिन जो है वो श्रद्धालुओं की संख्या बढ़ रही है. पिछले बार की अगर बात करें तो उत्तर प्रदेश सरकार के द्वारा जो आंकड़े जारी किए गए थे कि करीब 25 करोड़ के आसपास जो लोग हैं वो पहुंचे थे इस त्रिवेणी संगम में और इन्होंने डुबकी लगाई थी मोक्ष की प्राप्ति के लिए. इस बार करीब 45 करोड़. आप समझिए कि हमारे माने विश्व में कई ऐसे देश नहीं है जिनका जनसंख्या जो है वो 45 करोड़ होगा. हमारे केरल में सिर्फ 4 करोड़ लोग हैं. बिल्कुल. मैं झारखंड से हूँ. हमारे झारखंड में भी करीब 3-3.5 करोड़ जो है वो जनसंख्या है. और आप समझिए कि 45 करोड़ लोग जो है वो पहुंचेंगे इस प्रयागराज के जो त्रिवेणी संगम तट है वहां पर. तो मतलब एक देश पहुंच रहा है, या फिर आप ये कहिए कि हिंदुस्तान की जो आधी आबादी है वो पहुंच रही है इस शाही स्नान के लिए. और कहा जाता है कि शाही स्नान करने से जो है वो मोक्ष की प्राप्ति होती है. आप जीवन मरण के चक्रव्यूह से बाहर निकल जाते हैं. यूपी का बहुत सविशेष स्थल भी है ना ये त्रिवेणी संगम. बिल्कुल. कहा जाता है पौराणिक, आप जब पुराण पढ़ेंगे तो पुराण में इसका जिक्र किया गया है कि जब समुद्र मंथन हुआ था, जब अमृत कलश निकला था, देवता और जो राक्षस हैं उनमें जब युद्ध चला करीब 12 साल तक, तो उसके बाद अमृत कलश से अमृत की जो कुछ बूंदे हैं वो छीना झपटी के दौरान, युद्ध के दौरान जो है वो जमीन पर टपकी थी. तो ये वही जगह है जहां अमृत टपकी थी. उसके अलावा अपने देश में अगर बात करें तो नासिक है, उज्जैन है, हरि का द्वार, हरिद्वार है, वहां पर भी जो है वो कुछ बूंदे टपकी थी. और इस बार कुंभ का यह मेला ज्यादा महत्व इसलिए हो जाता है क्योंकि करीब 144 साल के बाद कुंभ हो रहा है. यही कारण है कि आप देखिए कि आस्था का जन सैलाब देश ही नहीं दुनिया भर से सत्य सनातन
हिंदू धर्म के मानने वाले जो लोग हैं वो पहुंचे हैं और यह आस्था की डुबकी है। തീർച്ചയായും അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു സോ മച്ച്. വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് ഈ പ്രദേശത്തിന്റെ സവിശേഷതയുണ്ട്. അത് മാത്രമല്ല ഇത്ര അധികം ആളുകൾ ഒത്തുചേരുന്ന ഒരു സംഘം എന്ന് പറയുന്നത് ഒരു പക്ഷേ ലോകത്തിൽ അപൂർവമായിരിക്കും. നമ്മളങ്ങനെ ഒരുപാട് എന്താണ് തീർത്ഥാടന കേന്ദ്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ആരും ക്ഷണിച്ചിട്ട് വരുന്നവരല്ല. ഈ ഗംഗയിലെത്തി കുളിച്ച് നിവരുക എന്ന് പറയുന്നത് ആത്മനിർവൃതിയായി കാണുന്ന ഒരുപാട് ആളുകൾ. ഇവർക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. പരാതികളില്ലാതെ തീർത്ഥാടന കാലം 45 ദിവസം പൂർത്തിയാക്കണം. അതിനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. അതിൽ പ്രധാനപ്പെടുന്നതാണല്ലോ ഈ നദിയുടെ ഒരു സംരക്ഷണം എന്നുള്ളത്. അതൊക്കെ നോക്കുക, നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഓരോ മാലിന്യം വീഴുമ്പോഴും അത് പിറക്കി മാറ്റാനൊക്കെ ആയിട്ടുള്ള ആളുകളെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർ വളരെ പെട്ടെന്നാണ് ശുചീകരണം അടക്കം നടത്തുന്നത്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി വലിയ തോതിൽ ഉള്ള ഒരു വലിയ ആഘോഷം, വലിയൊരു മേള. ശരിക്കും ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് അപൂർവമായ ഒരു സൗഭാഗ്യമായി കൂടി നമുക്ക് കരുതേണ്ടി വരും. അത്രത്തോളം വലിയ ഒരു സംഗമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ 45 ദിവസം നീണ്ടു നിൽക്കും. മകരസംക്രമമായ നാളെയാണ് വളരെ പ്രധാനപ്പെട്ട മകരസംക്രമ ദിവസമായ നാളെയാണ് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുശേഷം ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിൽ ഉത്സവ എന്ന് വെച്ചാൽ മഹാ ഉത്സവം പ്രതീതിയാണ് ഈ സ്ഥലത്ത് എന്നുള്ളതാണ്. അങ്ങനെ യുപിയുടെ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ ഒഴുകുന്നുണ്ട്. ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ തീർത്ഥാടകരുടെ ഒരു മഹാപ്രവാഹമായി നമുക്ക് ഈ റോഡിൽ കൂടിയൊന്നും നടന്ന് ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത്, നടക്കാൻ പോലുമുള്ള വഴിയില്ലാത്ത പോലെ, സൂചി കുത്താൻ ഇടമില്ല എന്ന് പറയുന്നത് പോലെയുള്ള മഹാപ്രവാഹമാണ് ജനങ്ങളുടെ. ഇതാണ് ഈ പ്രദേശത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, പ്രയാഗ്രാജ്. അങ്ങനെ പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുകയാണ്. വലിയ തരത്തിലുള്ള ഉത്സവമാണ്. ഇന്ത്യയുടെ പൂർണ്ണ വൈവിധ്യം അവിടെ പ്രകടമാണ്.